ഹംപി കാലത്തോട് പറയുന്നു, തകർക്കാം, പക്ഷേ മായ്ച്ചു കളയാനാവില്ല. കർണാടകയുടെ തലസ്ഥാനമായ ബംഗളൂരുവിൽ നിന്നും 350 കിലോമീറ്റർ അകലെ ഹോസ്പിറ്റലിന് സമീപമാണ് ഒരിക്കൽ വന്നുപോയവരെ മോഹിപ്പിച്ച് വീണ്ടും വീണ്ടും തിരിച്ചെത്തിക്കുന്ന ഹംപി. തെക്കേ ഇന്ത്യയിലെ ഡെക്കാൻ പ്രദേശത്ത് 3 നൂറ്റാണ്ടുകൾ നിലനിന്നിരുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ നിത്യസ്മാരകങ്ങൾ. 1336 ഹരിഹരൻ ബുക്കൻ എന്നീ 2 സഹോദരന്മാരാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. ഹരിഹരനും ബുക്കനും അക്കാലത്ത് ഡൽഹി ഭരിച്ചിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ അടിമകളായിരുന്നു. ദക്ഷിണേന്ത്യയിലേക്ക് തൻ്റെ സാമ്രാജ്യം വ്യാപിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്ന സുൽത്താൻ ഹരിഹരനെയും ബുക്കനെയും ഡെക്കാൻ പ്രദേശത്തേക്ക് അയച്ചു. അവരങ്ങനെ തുംഗഭദ്ര നദീതീരത്തെത്തി. അവിടെ വെച്ച് മാധവ വിദ്യാരണ്യൻ എന്ന ഹിന്ദു സന്യാസിയെ പരിചയപ്പെട്ടു. വിദ്യാരണ്യൻ്റെ നിർദ്ദേശപ്രകാരം തുംഗഭദ്ര നദീതീരത്ത് അവരൊരു പട്ടണം പടുത്തുയർത്തി. ഡൽഹി സുൽത്താൻമാരെ ധിക്കരിച്ച് അവരുടെ കടന്നാക്രമണങ്ങളെ എതിർത്ത് 3 നൂറ്റാണ്ടുകളോളം ഹിന്ദു നാഗരികതയ്ക്കും സംസ്കാരത്തിനും വേണ്ടി നിലകൊള്ളുകയും അങ്ങനെ ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്തെ ഭരണ സംവിധാനത്തിലും വിജ്ഞാനത്തിലും കലകളിലുമുള്ള പുരാതന പാരമ്പര്യത്തെ സംരക്ഷിക്കുകയും ചെയ്ത ഒരു മഹാസാമ്രാജ്യത്തിന് അവർ അടിത്തറ പാകി. വിദ്യാരണ്യൻ്റെ സ്മരണ നിലനിർത്താൻ അവരതിന് വിദ്യാനഗരമെന്ന് പേരിട്ടു. വിദ്യാനഗരമാണ് പിന്നീട് വിജയനഗരമായി മാറിയത്. ആ സാമ്രാജ്യത്തിൽ ഇന്നത്തെ കർണാടകം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം, ഗോവ എന്നീ സംസ്ഥാനങ്ങളും തെലങ്കാന, മഹാരാഷ്ട്ര എന്നിവയുടെ ചില ഭാഗങ്ങളും ഉൾപ്പെട്ടിരുന്നു. വിജയനഗരം ദക്ഷിണേന്ത്യയിലെ ഐശ്വര്യസമ്പൂർണമായ ഒരു സാമ്രാജ്യമായിരുന്നു. 1509 മുതൽ 1529 വരെ വിജയനഗരം ഭരിച്ചിരുന്ന കൃഷ്ണരായർ എന്നുകൂടി അറിയപ്പെടുന്ന ശ്രീ കൃഷ്ണദേവരായറിൻ്റെ കാലമാണ് വിജയനഗരത്തിൻ്റെ സുവർണ കാലഘട്ടം. പണ്ഡിതനും കവിയുമായിരുന്നു കൃഷ്ണദേവരായർ. ഹംപിയിലെ ക്ഷേത്രങ്ങളിൽ മിക്കതും കൃഷ്ണദേവരായരുടെ കാലത്ത് നിർമ്മിച്ചതാണ്. അദ്ദേഹം വിജയനഗരത്തിന് ചുറ്റുമുള്ള വരണ്ട പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യമുണ്ടാക്കി. സ്വർണവും രത്നങ്ങളും കച്ചവടം ചെയ്യാൻ ഹംപിയിലേക്ക് വിദേശങ്ങളിൽ നിന്ന് പോലും വ്യാപാരികൾ എത്തിയിരുന്ന കാലമായിരുന്നു അത്. അക്കാലത്തുള്ള റോം പോലെയുള്ള മഹാനഗരങ്ങളിൽ ഒന്നായിരുന്നു ഹംപി. എന്നാൽ കൃഷ്ണദേവരായരുടെ പിൻഗാമികൾ ഗുണവാന്മാരായിരുന്നില്ല. വിജയനഗരത്തിലെ അവസാന രാജാവായിരുന്ന രാമരായൻ അധികാരമോഹിയായിരുന്നു. അദ്ദേഹം അയൽരാജ്യങ്ങളുമായി നിരന്തരം ഏറ്റുമുട്ടി. ഒടുവിൽ ബിജാപൂർ, ഗോൽക്കൊണ്ട തുടങ്ങിയ പ്രവിശ്യകളിലെ സുൽത്താൻമാർ ഒന്നിച്ചു നിന്ന് വിജയനഗരവുമായി പൊരുതി. 1565 ജനുവരി 23 ചരിത്രപ്രസിദ്ധമായ തളിക്കോട്ട യുദ്ധം. അതിഘോരമായ യുദ്ധത്തിൽ വിജയനഗരത്തെ അവർ നിശേഷം തോൽപ്പിച്ചു. ഹംപി നിശേഷം തകർത്തു. വിജയനഗരത്തിലെ പ്രജകളെ വൃദ്ധരെന്നോ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ ഗൗനിക്കാതെ വേട്ടയാടിക്കൊന്നു. ഹംപിയിൽ ചോരപ്പുഴയൊഴുകി. മണിമന്ദിരങ്ങൾ, കൊട്ടാരങ്ങൾ, കോട്ടകൾ, ക്ഷേത്രങ്ങൾ, ക്ഷേത്രഗോപുരങ്ങൾ ഇവ ഇടിച്ചു പൊളിച്ചുകൊണ്ട് ശത്രുക്കൾ കമനീയമായിരുന്ന വിജയനഗരത്തിൻ്റെ തലസ്ഥാനത്തെ ഒരു ശവപ്പറമ്പാക്കി മാറ്റി. ഉപേക്ഷിക്കപ്പെട്ട വിജയനഗര തലസ്ഥാനം
നൂറ്റാണ്ടുകളോളം കാട് മൂടിക്കിടന്നു. 1799 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന കേണൽ കോളിൻ മക്കൻസി ഹംപിയിൽ സർവേ നടത്തുന്നതുവരെ ഹംപി ആരാലും അറിയപ്പെടാതെ ചരിത്രത്തിൽ മറഞ്ഞിരുന്നു. 1856 ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫർ അലക്സാണ്ടർ ഗ്രീൻലോ പകർത്തിയ ചിത്രങ്ങൾ ഹംപിയിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചരിത്രാന്വേഷികളെയും യാത്രികരെയും എത്തിച്ചു. ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഹംപി തന്നെ തകർത്തവരെയും കാലത്തെയും തോൽപ്പിച്ച് ഇന്ത്യൻ ടൂറിസത്തിൻ്റെ വിജയനഗരമായി തുടരുന്നു.